സ്വർഗദ്വാർ അധ്യായം 1 ഭാഗം 3. റോഡിന് എതിർവശത്ത് ബീച്ചിലെ ജനസംഖ്യ വളരെ ശുഷ്കമായിരിക്കുന്നു. ഏതാനും കച്ചവടക്കാർ തങ്ങളുടെ കൈവശമുള്ള സാധനങ്ങൾ അടുക്കി കെട്ടാക്കി മാറ്റുന്നു. ഇന്നത്തെ കച്ചവടം അവസാനിച്ചിരിക്കുന്നു. എൻ്റെ കണ്ണുകൾ ബീച്ച് മുഴുവൻ അലഞ്ഞു. ഏതോ ഒരു കച്ചവടക്കാരൻ്റെ സമീപം ഒരു കുട്ടി കുനിഞ്ഞിരുന്ന് എന്തോ ചെയ്യുന്നു. സൂക്ഷിച്ചു നോക്കി. അത് ചിരക്കരികിലിരുന്ന ബാലിക തന്നെയാണോ? സംശയം നിവർത്തിക്കേണ്ടത് തൻ്റെ ആവശ്യമാണിപ്പോൾ. എൻ്റെ കാലുകൾ സാവധാനം എന്നെ മുൻപോട്ട് കൊണ്ടുപോയി. കൈത പോലുള്ള ഏതോ സസ്യത്തിൻ്റെ നാരുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ബാഗുകളും പേഴ്സുകളും മറ്റും അടുക്കി വലിയൊരു സഞ്ചിയിലാക്കുകയാണവൾ. അതേ പെൺകുട്ടി, ശവസംസ്കാരം കഴിഞ്ഞയുടൻ അവളുടെ ജോലിയിൽ വ്യാപൃതയായ 12കാരി. അവളുടെ ആരായിരുന്നു ശ്മശാനത്തിൽ കത്തിയമർന്നത്? ശവദാഹം കഴിഞ്ഞു വന്നയുടൻ ഈ കടയിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ആർക്കു വേണ്ടി? അവളെ കൊണ്ട് ജോലിയെടുപ്പിക്കുന്ന ആ നരാധമൻ ആരാണ്? ഞാനല്ലാതെ വേറെയും അധമന്മാരോ? ഈ വൈകിയ രാത്രിയിൽ ഇതിനൊക്കെ ഉത്തരങ്ങൾ തേടുന്നത് അനൗചിത്യമായതിനാൽ ചോദ്യങ്ങൾ മനസ്സിലൊതുക്കി വീർപ്പുമുട്ടിയ മനസ്സിനെ ഒരിക്കൽ കൂടി സ്വതന്ത്ര സഞ്ചാരത്തിനയച്ചു. മനുഷ്യന്റെ ജീവിതം ഒരു ക്യാൻവാസ് ആണെങ്കിൽ അതിലെ വർണ്ണങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ വേണമെന്നും ഇല്ലായെങ്കിൽ അതിൻ്റെ മിഴിവ് നഷ്ടപ്പെടുമെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. എങ്കിലേ ഒരു മികച്ച മനുഷ്യനാകൂ. എൻ്റെ വർണ്ണങ്ങളും അവയുടെ അനുപാതവും ഇതുവരെ വളരെ കൃത്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഏതോ ഒരു ചായക്കൂട്ട് തെറ്റിയോ എന്നൊരു ശങ്ക. കാരണം ഇന്നാദ്യമായി മനസ്സൊന്നു വിങ്ങി. ആ ബാലികയുടെ ഇരിപ്പാണ് പതർച്ചയ്ക്ക് കാരണമായത്. ഏതൊരു വ്യക്തിക്കും ഉൾക്കൊള്ളുവാൻ പ്രയാസമുള്ള ആ കാഴ്ച ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുതരം വേദന ജനിപ്പിച്ചു. ശരീരമാകെ ഒരു വിറയൽ. ഇപ്പോഴും മനുഷ്യത്വം, സഹതാപം എന്നിവ എന്നിൽ നിലനിൽക്കുന്നുവോ? ഇതിലും എത്രയോ വലിയ സംഗതികൾ, സംഭവങ്ങൾ. അവയൊന്നും തന്നെ തെല്ലും ഏശിയിട്ടേയില്ല. പ്രായം പതർച്ചയിലേക്കാണോ നയിക്കുന്നത്, അതോ പതനത്തിലേക്കോ? ഭൂമി മുഴുവനും ഒരു ശ്മശാനമാണ്. മണ്ണിൽ 1 ഇഞ്ച് സ്ഥലം പോലും ശ്മശാനമല്ലാതില്ലല്ലോ. ഏതെങ്കിലും ജീവിവർഗം ഒരണുവെങ്കിലും മരിച്ചു വീഴാത്ത മണ്ണുണ്ടാവില്ല. അവയുടെ ജഡം സ്വാഭാവികമായി സംസ്കരിക്കപ്പെടുന്നതും ജീവൻ വെടിഞ്ഞിടത്തു തന്നെയല്ലേ? നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന ശ്മശാനങ്ങളോ സെമിത്തേരികളോ ഖബറിടങ്ങളോ ഒന്നുമില്ലായെങ്കിലും അവയ്ക്കൊക്കെ മരിച്ചു വീഴുന്നിടം തന്നെ സ്വർഗവാതിൽ. ഇന്നത്തെ ദിവസം അവസാനിക്കാറായി. രാത്രിക്ക് പ്രായം കൂടി വരികയാണ്. എന്നെപ്പോലെ ഒഴുക്കിനെതിരെയുള്ള നീന്തൽ ഇനി നാളെയാവാം. എവിടെയെങ്കിലും ഒന്ന് തലചായ്ക്കണം, ഒന്നുറങ്ങണം. പക്ഷേ എവിടെ? തൊട്ടടുത്ത് ഗോവർദ്ധന പീഠം ഉണ്ടെന്നറിയാം. ശങ്കരാചാര്യസ്വാമികളുടെ ആ മഠത്തിൽ ഇന്ന് രാത്രി കഴിച്ചുകൂട്ടാൻ സാധിക്കുമായിരിക്കും. ശ്മശാനത്തിൻ്റെ വശത്തുകൂടെയുള്ള റോഡിലൂടെ ഞാൻ മഠത്തിൻ്റെ മുന്നിൽ എത്തി. ഭിത്തിയിലെ അറിയിപ്പിൽ സന്ദർശന സമയം കുറിച്ചു വച്ചിട്ടുണ്ട്. രാത്രി 8 മണി വരെയാണ്. സമയം അതിക്രമിച്ചു എന്ന് ബോധ്യമായി. ഇനി എന്തു ചെയ്യും? കൃത്യമായി സമയം പാലിച്ചുകൊണ്ടുള്ള ജീവിതം വർഷങ്ങൾക്ക് മുൻപ് ഉപേക്ഷിച്ചതാണല്ലോ. ലൗകിക ജീവിതത്തിൽ നിന്നും വിരക്തി നേടിയ തനിക്കെന്തിന് സമയക്രമം? ആരാധനകളും പൂജകളും പ്രഭാഷണങ്ങളും മറ്റും നിത്യേന നടക്കുന്ന മഠത്തിൽ സമയത്തിന് കണക്കുണ്ട്, വിലയുമുണ്ട്. അത് ചിന്തിക്കേണ്ടതായിരുന്നു. മഠത്തിൽ ഉറങ്ങാത്തവരുണ്ടായിരുന്നു. ആളനക്കം കേട്ടതിനാലാകാം ഒരു സന്യാസവേഷധാരി വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അങ്ങേക്ക് എന്താണ് വേണ്ടത്? അദ്ദേഹം എന്നോട് ചോദിച്ചു. ഒരു രാത്രി കിടക്കാനൊരിടം. കൂടുതൽ വിവരിച്ചില്ല. എന്നാൽ അദ്ദേഹത്തിന് അല്പം കൂടി അറിയണമെന്ന് തോന്നിക്കാണണം. എവിടെ നിന്നും വരുന്നു? അങ്ങയുടെ പേരെന്താണ്? അദ്ദേഹം ചോദിച്ചു. ഇപ്പോൾ തിരുപ്പതിയിൽ നിന്നും. കേരളമാണ് നാട്. എൻ്റെ പേര് നരേന്ദ്രൻ. വിവരങ്ങൾ ചുരുക്കി പറഞ്ഞു. വേഷഭാവാദികൾ കണ്ടതിനാലാകാം ചുമതലയുണ്ടായിരുന്ന ആ സന്യാസ ശ്രേഷ്ഠൻ അല്പസമയം എന്നെ ചുഴിഞ്ഞൊന്നു നോക്കി. ഒരു ചെറുപുഞ്ചിരി മുഖത്ത് വിരിഞ്ഞു. കൂടുതലൊന്നും ചോദിക്കാതെ ഒരു രാത്രി വിശ്രമിക്കാനുള്ള അനുവാദം നൽകി. അദ്ദേഹം അകത്തേക്ക് വരുവാൻ ആംഗ്യം കാട്ടി. തിരുപ്പതി നഗരത്തിലെ പുതിയ പരിസ്ഥിതി സൗഹൃദ LPG അധിഷ്ഠിത ശ്മശാനമായ ഗോവിന്ദധാമം ഹൈടെക്കായി മാറിയതിനാൽ ആത്മാരാധനയ്ക്കുള്ള അന്തരീക്ഷം ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ തിരുപ്പതി വെങ്കടാചലപതിയുടെ സമീപം അധിക സമയം ചിലവഴിക്കാതെ നേരെ ഇങ്ങോട്ട് വരികയായിരുന്നു. ശ്രീ ഗോവർദ്ധന പീഠം അഥവാ ഗോവർദ്ധൻ മഠം ഹിന്ദുമതവും അദ്വൈത സിദ്ധാന്തവും
സംരക്ഷിച്ച് പ്രചരിപ്പിക്കുന്നതിനായി ജഗദ്ഗുരു ആദിശങ്കരൻ സ്ഥാപിച്ച ഭാരതത്തിലെ 4 പ്രധാന പീഠങ്ങളിൽ ഒന്നാണ്. മഠത്തിൻ്റെ പ്രധാന ശിഷ്യന്മാർ ദിവസേന സ്വർഗദ്വാർ കടൽഭാഗത്ത് പ്രാർത്ഥനയും അഗ്നിയാഗവും സമുദ്രാരതിയും നടത്തിവരുന്നുണ്ട്. ഇന്നും അതിന് മുടക്കമുണ്ടായിട്ടില്ല. തനിക്കാകട്ടെ ചിതയിൽ നിന്നും എരിഞ്ഞുയരുന്ന ആരതിക്കാണ് പ്രാധാന്യം. അവ സ്വാമികളുടെ ആരതികൾക്കപ്പുറം ആത്മനിർവൃതി നൽകുന്നു. എരിയുന്ന ചിതയുടെ മുൻപിലും കരിയുന്ന ശവഗന്ധത്തിലും താൻ മറ്റെല്ലാം മറക്കും. അനുവദിക്കപ്പെട്ട മുറിയിൽ ആത്മഹർഷത്തോടെ ഞാൻ ഉറങ്ങാൻ കിടന്നു.